നമസ്കാരം. കപ്പലണ്ടിയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പ്രോട്ടീൻ റിച്ച് ആണ് കപ്പലണ്ടി. ഇത് പല രീതിയിലും നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ കപ്പലണ്ടിയുടെ ഗുണങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് കൂടുതൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുന്നില്ല. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി പലതരത്തിലും നമ്മൾ കപ്പലണ്ടി കഴിക്കാറുണ്ട്. കൂടുതലും നമ്മൾ വറുത്തിട്ടാണ് കപ്പലണ്ടി കഴിക്കാറുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കപ്പലണ്ടിയുടെ ആ ഗുണങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കപ്പലണ്ടി കഴിക്കുക എന്നുള്ളതാണ്. ഇത് മുഴുവനോടെയുള്ള കപ്പലണ്ടിയാണ്. നമ്മൾ കപ്പലണ്ടി പുഴുങ്ങി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടുന്നത്. പുഴുങ്ങി കഴിക്കുമ്പോൾ അതിൽ നമ്മൾ സാധാരണ പച്ചയ്ക്കോ അല്ലെങ്കിൽ വറുത്തോ കഴിക്കുന്ന കപ്പലണ്ടിനേക്കാളും 4 മടങ്ങ് ആൻറ്റി ഓക്സിഡൻസ് കൂടുതലാണ്. ഇങ്ങനെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് ക്യാൻസർ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ ഷുഗർ ഉള്ള പേഷ്യൻസിനും ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ നല്ലതാണ് കപ്പലണ്ടി പുഴുങ്ങി സ്നാക്കായിട്ട് കഴിക്കുന്നത്. കപ്പലണ്ടി പുഴുങ്ങി എടുക്കുക എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇങ്ങനത്തെ പീനട്ട്സ് ഇവിടെ തമിഴ്നാട്ടിലാണ് കൂടുതലും കാണാറുള്ളത്. നാട്ടിൽ ഇങ്ങനത്തെ പീനട്ട്സ് കാണുന്നത് കുറവാണ്. ഇങ്ങനത്തെ പീനട്ട്സ് കിട്ടാനില്ല. നമ്മൾ സാധാരണ പാക്കറ്റിൽ വാങ്ങുന്ന പച്ചക്കപ്പലണ്ടിയാണ് കിട്ടുന്നതെങ്കിൽ ആ കപ്പലണ്ടി നമ്മളെടുക്കുന്ന പീനട്ടിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് ഒരു പാത്രം കൊണ്ട് അടച്ച് വെച്ച് സോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 6-8 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് വീർത്ത് വരും. അങ്ങനെ വീർത്ത് വന്നതിന് ശേഷം അത് നന്നായിട്ട് കഴുകിയെടുക്കുക. വീണ്ടും 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കുക. അതിന് ശേഷം ഒന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം, നന്നായി സോക്ക് ചെയ്തതിന് ശേഷം. അല്ലെങ്കിൽ ഇതുപോലെ പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് സാലഡ് ഉണ്ടാക്കിയിട്ടോ ഒരാൾക്ക് ഒരു പിടിയൊക്കെ കഴിക്കാം ഒരു ദിവസം. ഇത് പച്ചക്കപ്പലണ്ടി ആയതുകൊണ്ട് ഇതിൽ നിറച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പച്ചക്കപ്പലണ്ടി ഇതുപോലെ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് നമുക്ക് 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇത് ഞാൻ 3-4 പ്രാവശ്യം നന്നായി കഴുകി മണ്ണൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിൽ വെച്ച് വേവിക്കാൻ പോവാണ്. കുക്കറിൽ വെള്ളം നിറച്ച് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിന് ഇപ്പോൾ അളവൊന്നുമില്ല വെള്ളത്തിന്. നമ്മളെടുക്കുന്ന കപ്പലണ്ടി മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് അതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ആദ്യം വെള്ളം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കപ്പലണ്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വേണം നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ 4 വിസിൽ വരട്ടെ. വിസിൽ വന്ന് അതിൻ്റെ ചൂടാറി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓരോന്നെടുത്തിട്ട് ഇതുപോലെ പൊളിച്ചെടുത്ത് കഴിക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ ഇത് ഓരോന്നും ഇതുപോലെ പൊളിച്ചെടുത്തതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് സവാള ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് സാലഡ് പോലെ അങ്ങനെയും കഴിക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, അവരുടെ തൊണ്ടയിലിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ബോയിൽ ചെയ്തെടുത്ത പീനട്ട്സ് ഞാൻ ഫുള്ള് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഒരു സാലഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പീനട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് പീനട്ടാണ് എടുത്തിരിക്കണത്. നമ്മുടെ സാധാരണ കപ്പലണ്ടി പാക്കറ്റിൽ കിട്ടുമല്ലോ, അത് ഒരു തലേ ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഒരു 6 മുതൽ 8 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ സോക്ക് ചെയ്ത പീനട്ട്സ് തന്നെ ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഈ സാലഡ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുക്കുംബറാണ്. ഇതിപ്പോൾ ഒരെണ്ണത്തിൻ്റെ പകുതി കുക്കുംബറാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിരിക്കണേ. അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നാളികേരം. ഫ്രഷായിട്ട് നാളികേരം ചിരകി എടുത്തിരിക്കുന്നതാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ അളവിനനുസരിച്ച് ഏതെങ്കിലും ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കുകയൊക്കെ ചെയ്യാം. ഇനി ചേർക്കേണ്ടത് പോമഗ്രാനൈറ്റ് ആണ്. ഞാൻ ഒരു പോമഗ്രാനൈറ്റ്, ചെറിയ പോമഗ്രാനൈറ്റ് ആണ് എടുത്തത്. അത് ചേർത്ത് കൊടുത്തു. ഇനി വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ചേർക്കാം. അല്ല മധുരമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ജാഗരി പൗഡർ വേണമെങ്കിൽ ചേർക്കാം.
നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി പച്ചമാങ്ങ കിട്ടാനുണ്ടെങ്കിൽ പച്ചമാങ്ങ ചെറുതാക്കി എരിഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമാങ്ങ ചേർക്കാഞ്ഞത്. വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഉപ്പ് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇത് വാട്ടറി ആവും, കാരണം നമ്മളിതിൽ കുക്കുമ്പർ ചേർത്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഉപ്പ് ആവശ്യമുള്ളപ്പോൾ ചേർക്കുക. കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ പച്ചമുളക് എരിഞ്ഞതും ചേർക്കാം. 11 മണി 12 മണി നേരത്തൊക്കെ നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാൻ നല്ലതാണ്. അപ്പം നമുക്ക് ലഞ്ച് കുറച്ചേ കഴിക്കേണ്ടി വരുള്ളൂ, കാരണം പീനട്ട്സ് വെയിറ്റ് ലോസിന് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കഴിച്ചാൽ നമുക്ക് കുറേ നേരത്തേക്ക് ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും ഇത് നമുക്ക് ബ്രഞ്ചായിട്ട് കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക് യു.